ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ എം ജി രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഏറ്റം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഏറ്റം കലങ്ങിടുമ്പോ ഉറ്റ സഖിയവൻ മാറ്റമില്ലാത്തവൻ എന്നെന്നും കൂട്ടിനുണ്ട്. ഉറ്റ സഖിയവൻ മാറ്റമില്ലാത്തവൻ എന്നെന്നും കൂട്ടിനുണ്ട്. എനിക്കാ കരുതും നല്ലിടയൻ, എനിക്കാ കരുതും നല്ലിടയൻ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ആദ്യ ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കും. 6-ാം വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പഠിക്കുവാൻ സഹായിച്ചു. അവിടെ ദൈവം ഈ ജനത്തോട് ചോദിക്കുകയാണ്, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? എന്നോടുള്ള ഭക്തി എവിടെ? ഞാൻ അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ ദൈവത്തോടുള്ള ബഹുമാനവും ദൈവത്തോടുള്ള ഭക്തിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തോടാണ് ദൈവം ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ അവരോട് ദൈവം സംസാരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അവർ മറുചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു? തിരിച്ചവർ ചോദ്യം ചോദിക്കുക. ആരോടാ ചോദിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ സകലവും അറിയുന്ന സർവത്തിൻ്റെയും സൃഷ്ടിതാവായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തോട് ഈ ജനം ചോദിക്കുകയാണ്, ഏത് കാര്യത്തിലാണ് ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത്? അപ്പോൾ ദൈവം അതിന് കൊടുക്കുന്ന മറുപടിയാണ് 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കും. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ. അപ്പം ആരാ അർപ്പിക്കുന്നത്? നിങ്ങൾ. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇസ്രായേലിലെ പുരോഹിതന്മാരോടാണ് ദൈവം ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരായ ആളുകളോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. 2-3 കാര്യങ്ങൾ ഈ വാക്യത്തിൻ്റെ ഈ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം വ്യക്തമായിട്ടും കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ഈ ജനത്തെ വിരൽ ചൂണ്ടി അവരോട് പറയുകയാണ്, അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങൾ മലിനഭോജനം അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മലിനഭോജനം അർപ്പിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മലിനമായതിനെ അർപ്പിക്കുകയാണ്. മലിനമായതെന്ന് പറഞ്ഞാൽ മോശമായത്, ചീത്തയായത്, അഴുക്കായത്, ആർക്കും വേണ്ടാത്തത്, കേടായിപ്പോയത്. നോക്കണേ, ആ വാക്കുകളുടെ അർത്ഥവിശാലതയൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ മലിനമായി പോയത്, സാധാരണ ഒരു മനുഷ്യൻ അത് അഴുക്കാണ്, മോശമാണ്, മലിനമാണെന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പോലും അത് കഴിക്കില്ല. അത് വേണ്ടാത്തതാണ്, തള്ളപ്പെട്ടതാണ്, ആർക്കും കൊടുക്കാൻ കൊള്ളരുതാത്തതാണ്, മേശമേൽ വിളമ്പാൻ പാടില്ലാത്തതാണ്. നമുക്കറിയാം, മോശമായ ഭക്ഷണം മേശമേൽ വിളമ്പിയാൽ അതിനെ
എതിരെ കേസെടുക്കാൻ ഇന്ന് നിയമമുണ്ട്. എത്രയോ ഹോട്ടലുകളാണ്, സ്ഥാപനങ്ങളാണ് അടച്ചുപോയത്. കാരണം ഇതാണ്, മോശമായ അഴുക്കായ ഭക്ഷണം വിളമ്പി. ഇവിടെ ദൈവം ഇവരോട് പറയുകയാണ്, നിങ്ങൾ മലിനഭോജനം അർപ്പിച്ചു. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലിനമായ കാര്യം അർപ്പിക്കുന്ന പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ അഴുക്കായത്, മ്ലേച്ഛമായത്, മോശമായത്, ആർക്കും വേണ്ടാത്തത് നിങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർപ്പിക്കുന്നുണ്ട്, നോക്കണേ, അവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്? അത് മലിനമായതാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം, എവിടെ അർപ്പിക്കുന്നതെന്നുള്ളതാണ്. എവിടെയാണ്? എൻ്റെ യാഗപീഠത്തിന്മേൽ. ദൈവം പറയുക, എവിടെ അർപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേലാണ് ഇവരിത് അർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ മലിനമായത് അർപ്പിക്കുന്നു. നോക്കണേ, ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ ആർക്കും വേണ്ടാത്തത്, മോശമായത്, അഴുക്കായിപ്പോയത്, കേടായിപ്പോയത് അർപ്പിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. വാസ്തവത്തിൽ ദൈവം തൻ്റെ മേശമേൽ അർപ്പിക്കേണ്ടുന്ന യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ലേവ്യ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 20 മുതലുള്ള വാക്യങ്ങളിൽ അക്കാര്യം വളരെ വ്യക്തമാണ്. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുക. അപ്പോൾ ഊനമുള്ള യാതൊന്നിനെയും അർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം പിടിച്ചതിനെ ആർക്കർപ്പിക്കാൻ പാടില്ല? ദൈവത്തിന്. ഇനി അങ്ങനെ അർപ്പിച്ചാൽ ഈ അർപ്പിച്ചതുകൊണ്ട് ഒരു പ്രസാദവും ദൈവത്തിൽ നിന്ന് ലഭിക്കുകയില്ല. ദൈവം അതിൽ സംപ്രീതനല്ല എന്നുള്ളതാണ്. ഇനി ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം, അതിനൊരു കുറവും ഉണ്ടായിരിക്കരുത്. നോക്കണേ, ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ അത് മുടന്തുള്ളതോ ഊനമുള്ളതോ അർപ്പിച്ചാൽ, ഏതെങ്കിലും വിധത്തിലൊരു ഊനമുള്ളത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ദൈവത്തിന് പ്രസാദമല്ല എന്ന് ദൈവം ഇവരോട് വ്യക്തമായിട്ട് മോശെ മുഖാന്തരം നൽകി കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. പിന്നെ രണ്ടാമത് പറയുകയാണ്, ദൈവപ്രസാദമാകുവാൻ തക്കവണ്ണം ഊന ഇല്ലാത്തതിനെ നിങ്ങൾ യാഗമർപ്പിക്കണം. ഊനമുള്ളതിനെ അല്ല. ഇപ്പൊ ദൈവം പ്രസാദിക്ക് ഊനമില്ലാത്തതിനെ അർപ്പിക്കുമ്പോഴാണ്. ഇനി എന്താണ്? ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനമായി അർപ്പിക്കരുത്. എന്തൊക്കെയാ? ചതവുള്ളത് പറ്റില്ല, മുറിവുള്ളത് പറ്റുകയില്ല, മുഴയുള്ളത്, ചൊറിയുള്ളത്, പുഴുക്കടിയുള്ളത്, ഇവയൊന്നും അർപ്പിക്കരുത്. അപ്പോൾ ഒരു ജീവിയെ യാഗമർപ്പിക്കുമ്പോൾ നാം ആ ജീവിയുടെ ശരീരത്തിന്മേൽ ഏതെല്ലാം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇനി പിന്നീട് നാം വായിക്കുമ്പോൾ ഇവിടെ വായിക്കുകയാണ് 23-ാമത്തെ, അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം, എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല. അപ്പം നീ അത് അർപ്പിച്ചാൽ ദൈവത്തിന് എന്താകുകയില്ല? പ്രസാദമാകുകയില്ല. വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. നോക്കണേ, ഏതെങ്കിലും ഒരാൾ ചേരുന്നല്ല,
ദേശത്തുള്ള ഒരു മനുഷ്യൻ പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ താഴോട്ട് വായിക്കുകയാണ്, ഇങ്ങനെ അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവത്തിൻ്റെ ഭോജനയാഗമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. കേടും കുറവും ഉള്ളതുകൊണ്ട് പ്രസാദം ലഭിക്കുകയില്ല. അപ്പൊ നോക്കണേ, ഇവിടെ മലിനമായ ഭോജനം അർപ്പിക്കുകയാണ്. ആരാ? അയ്യോ, ഈ പുരോഹിതന്മാർ. ആർക്കർപ്പിക്കുന്നേ? എൻ്റെ യാഗപീഠത്തിന്മേൽ. ദൈവം പറയണ, എൻ്റെ യാഗപീഠത്തിന്മേൽ നിങ്ങൾ ദൈവത്തിന് പ്രസാദമില്ലാത്തത് അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ എന്താണ്? കേടും കുറവുമുള്ളത് കൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. കേടും കുറവുമുള്ളതിനെ അർപ്പിക്കുകയാണ്. നാം ആർക്കാണ് അർപ്പിക്കുന്നതെന്ന് വളരെ ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആർക്കാണ് നാം അർപ്പിക്കുന്നത്? ആരുടെ മുമ്പാകെയാണ് ഈ കാര്യം നാം ചെയ്യുന്നത്? സർവശക്തനായ ദൈവം മുമ്പാകെ കടന്നു വന്ന് ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ യാതൊരു ഊനമില്ലാത്തതിനെ ഭയത്തോടും ഭക്തിയോടും കൂടി അർപ്പിക്കേണ്ടുന്ന സ്ഥാനത്ത് മലിനമായതിനെ അർപ്പിക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ബഹുമാനവും ഭക്തിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം മലിനമായതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭോജനമായിട്ട് അർപ്പിക്കുമ്പോൾ അതിൽ ദൈവത്തിന് പ്രസാദമില്ലെന്നാണ് പറയുന്നത്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്നേഹിതരെ, മലിനമായതിനെ അർപ്പിച്ചാൽ അവിടെ ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ്. മലിനമായതിനെ അർപ്പിച്ചാൽ ദൈവം അത് കാണുന്നു എന്നുള്ളത് കൊണ്ട് അവനതിൽ പ്രസാദിക്കുന്നില്ല. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ആരാധന ദൈവപ്രസാദത്തിനൊത്തവണ്ണമായിരിക്കണം. ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ.